ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ലൈഫ് വിത്ത് പ്രസി. ഞാൻ ജസ്റ്റ് തുടങ്ങിയതേ ഉള്ളൂ. ആദ്യമായിട്ടാണ് ഞാനൊരു റെസിപ്പിക്ക് വോയിസ് ഓവർ കൊടുക്കുന്നത്. പോരായ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആയിട്ടും അടുത്ത പ്രാവശ്യം നിങ്ങൾ കമൻറ്റിലൂടെ അറിയിച്ചാൽ ഞാൻ അടുത്ത പ്രാവശ്യം അത് കറക്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫിഷ് ടൂണ വെച്ച് ഒരു കട്ട്ലറ്റാണ്. എല്ലാവർക്കും അറിയാം, അത് കോമൺ ആയിട്ട് എല്ലാവരും ചെയ്യുന്നതാണ്. ജസ്റ്റ് എനിക്കറിയാവുന്നത് ഞാൻ നിങ്ങളോടൊത്ത് ഷെയർ ചെയ്യാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അതിന് വേണ്ടുന്നതായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് പറയാം. ടൂണ, നമുക്ക് ഏത് ടൂണ ആയാലും കുഴപ്പമില്ല, ഞാൻ പ്രത്യേകിച്ച് പേരൊന്നും എടുത്ത് പറയുന്നില്ല. നമുക്ക് 2 ടിൻ ടൂണയാണ്, ഏതിൻ്റെയെങ്കിലും മതി കേട്ടോ, നമുക്ക് പ്രത്യേകിച്ച് അതിനൊരു പേര് പറയുന്നില്ല. ഒരു മീഡിയം സൈസ് പൊട്ടറ്റോ, പിന്നെ വേണ്ടത് നമുക്ക് സവോളയാണ്. സവോള അതും ഒരു മീഡിയം സൈസ് മതി, കുറച്ച് കൂടിയെന്ന് പറഞ്ഞ് കുഴപ്പമൊന്നും ഉണ്ടാകുന്നില്ല. പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചിയാണ്. ഇഞ്ചി ഒരു ചെറിയ സൈസ് ഇഞ്ചി, പിന്നെ പച്ചമുളക് ഒരു 3-4, അത് എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത് അടുത്തത് വെളുത്തുള്ളി 5-6 പീസ്, അത്രയും മതി. കുഞ്ഞതായതുകൊണ്ട് അതനുസരിച്ച് കൂട്ടുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇത് നമുക്ക് കറിവേപ്പിലയാണ്, അത് 2-3 തണ്ട്. അടുത്തതായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. ഫ്രഷായിട്ട് നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാം. ബ്രെഡ് ഒരു 3 പീസ് എടുത്തിട്ട് കുഞ്ഞു കഷ്ണങ്ങളാക്കി നമ്മൾ മിക്സിയിലെ ജാറിലിടുക. ജാറിലെന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് പൾസ് ചെയ്യുകയേ ചെയ്യാവുള്ളൂ. ഒറ്റ പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രഷായിട്ടുള്ള ബ്രെഡ് ക്രംസ് അവൈലബിൾ ആക്കാം. പിന്നെ അല്ലെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, ഇതുപോലെ നല്ല ക്രംസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ ഫ്രഷ് ബ്രെഡിൽ ഉണ്ടാക്കുന്നതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ ബോയിൽഡ് ഓയിലോട്ട് നമ്മൾ ഇടുമ്പോൾ പെട്ടെന്ന് കരിയത്തില്ല, ഇതിനൊരു ചെറിയ വെറ്റ്നെസ് ഉള്ളതുകൊണ്ട്. പിന്നെ വേണ്ടത് മുട്ടയാണ്, 2 മുട്ട. അതിൻ്റെ വെള്ളം മാത്രം എടുത്തിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ശ്രദ്ധയോടുകൂടി എടുക്കണം. ഞാൻ എടുത്തപ്പോൾ കുറച്ച് യെല്ലോ പോയി. യെല്ലോ ഇട്ട് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ എണ്ണയിലോട്ട് ഇടുമ്പോൾ ഇത് പതഞ്ഞു പോകും. വൈറ്റ് മാത്രമേ ഉള്ളെങ്കിൽ അതങ്ങനെ പതഞ്ഞു പോകത്തില്ല, അതുകൊണ്ടാണ് നമ്മൾ വൈറ്റ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അത് വളരെ സൂക്ഷ്മതയോടുകൂടി എടുക്കുക, നന്നായിട്ട് ബീറ്റ് ചെയ്ത് മാറ്റുക. പിന്നെ നമുക്ക് പൊട്ടറ്റോ ഒരു കുക്കറിലിട്ട് നന്നായിട്ട് അത് വേവിച്ച് അതിൻ്റെ സ്കിന്നെല്ലാം കളഞ്ഞ് സ്മാഷ് ചെയ്ത് അത് നമുക്ക് റെഡിയാക്കി വയ്ക്കാം. സ്മാഷ് ചെയ്തിട്ട് ചൂടാണ്, സൂക്ഷിച്ചോണം, കൈ കൊണ്ടൊന്നും എടുത്ത് തൊട്ടേക്കല്ല. നന്നായിട്ട് ചൂടാറി കഴിഞ്ഞ് സ്മാഷ് ചെയ്യുന്നതായിരിക്കും നല്ലത്. സ്റ്റൗ ഓൺ ചെയ്ത് നമുക്ക് പാൻ വെക്കാം. പാൻ വെച്ചിട്ട് അതിലോട്ട് നമുക്ക് ഇഷ്ടമുള്ള ഓയിൽ, അതായത് കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ, ഏത് ഓയിലായാലും കുഴപ്പമൊന്നുമില്ല, അത് ആവശ്യത്തിന് നമ്മൾ ഒഴിച്ച് നമ്മുടെ ചേരുവകളെല്ലാം വഴറ്റിയെടുക്കാൻ പോവുകയാണ്. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഓരോന്നായിട്ട് നമുക്കിടാം. ആദ്യമേ ഇടേണ്ടത് വെളുത്തുള്ളി ഇട്ടതിന് ശേഷം ഇഞ്ചി ഇട്ടതിന് ശേഷം പച്ചമുളക്, കരിയാപ്പില. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഒന്ന് ചേർത്തിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. വഴറ്റി എന്ന് പറഞ്ഞാൽ കൂടുതൽ ബ്രൗൺ കളറാകല്ല, ഒരു സ്ലൈറ്റ് ബ്രൗൺ ആകുമ്പോഴത്തേക്കും അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, ചെറിയതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള അതിനോട് ചേർത്ത് നമുക്ക് വഴറ്റിയെടുക്കാം. സ്ലൈറ്റായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി മസാലകൾ ഓരോന്നായിട്ട് ചേർക്കാം. അധികം മസാലകളൊന്നുമില്ല. നമ്മുടെ മഞ്ഞൾപ്പൊടി, ഗരം മസാല, പൊടിച്ചു വെച്ചിരിക്കുന്ന കുരുമുളക് പൊടി, അത്രയേ ഉള്ളൂ ഇതിന് മസാലയായിട്ട് നമ്മൾ ചേർക്കുന്നുള്ളൂ. ആദ്യമേ മഞ്ഞൾപ്പൊടി ഇട്ടു, അതിനുശേഷം 2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഇടേണ്ടത് കുരുമുളക് പൊടി നല്ല ഫൈനായിട്ട് കുരുമുളക് പൊടിച്ചത് ഒരു 2 ടേബിൾ സ്പൂൺ ഇടുന്നതായിരിക്കും നല്ലത്. ഇതിൻ്റെ എരിവെന്ന് പറയുന്നത് കുരുമുളകിൻ്റെ എരിവ് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്കിട്ട് കുറച്ച് ഗ്രീൻ ചില്ലിയുടെ എരിവും കാണും, അത് മാത്രമേ ഇതിന് എരിവുള്ളൂ. അതുകൊണ്ട് കുരുമുളക് പൊടി കൂടുതലിടുന്നത് ടേസ്റ്റായിരിക്കും. അത് വഴറ്റിയെടുത്തിട്ട്
കഴിഞ്ഞു. അത്രയേ ഉള്ളൂ. നമുക്ക് പെട്ടെന്ന് എഴുതിയത്. ഇപ്പം നമ്മൾ വോയിസ് ഓവറും നമ്മൾ ഇതെല്ലാം കൂടെ ചെയ്യുന്നത് കൊണ്ടാണ് ഇതിപ്പോൾ ഇച്ചിരി കൂടുതൽ നമുക്ക് ദൂരം പോലെ തോന്നുന്നത്. പക്ഷേ ഇത് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഒരു ഡിഷാണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ ടൂണ 2 ടൂണ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് വെള്ളം കളഞ്ഞിട്ട്, വെള്ളമോ ഓയിലോ ഏതാണെന്ന് വെച്ചാൽ അത് കളഞ്ഞിട്ട് വേണം ഇതിൻ്റെ അകത്തോട്ട് ചേർക്കാൻ. ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പൊട്ടറ്റോ പുഴുങ്ങി വെച്ചിരിക്കുന്നത് അതും ചേർത്ത് വീണ്ടും ഇളക്കി നന്നായിട്ട് അതിൻ്റെ കൂടെ ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തതിന് ശേഷം ഈ ഒരു പരുവത്തിലേക്ക് നമ്മൾ കൊണ്ടുവരണം. നല്ലപോലെ കൈകൊണ്ട് തന്നെ നല്ലപോലെ അത് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് കട്ട്ലറ്റിൻ്റെ ഒരു പരുവത്തിൽ കൊണ്ടുവരണം. ഏത് ഷേപ്പ് വേണേലും അത് ഉണ്ടാക്കിയെടുക്കാം. ഓവൽ ഷേപ്പ് വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം, റൗണ്ടിൽ ഉണ്ടാക്കിയെടുക്കാം, ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഒരു ചെറിയ ചൂടോടുകൂടി തന്നെ അത് പിടിച്ചെടുക്കണം കേട്ടോ. കുറച്ച് സമയം വെച്ച് കഴിയുമ്പോഴത്തേക്ക് അത് അങ്ങോട്ട് ചേരാനായിട്ട് അത് നല്ലപോലെ ഫോം ആകത്തില്ല. അതുകൊണ്ട് ചെറിയ ചൂടോടുകൂടി നമ്മൾ അതുണ്ടാക്കാനായിട്ട് ശ്രമിക്കണം. ഈ സെയിം ടൈം തന്നെ നമുക്ക് അടുപ്പിലോട്ട് നമുക്ക് പാൻ വെച്ചിട്ട് എണ്ണ ചൂടാൻ വെക്കാം. അപ്പോഴത്തേക്കും നമുക്ക് ഇതുണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും എണ്ണ ചൂടായിട്ട് ഇരിക്കും. അങ്ങനെ നമുക്ക് കുറച്ച് സമയം അങ്ങനെ സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, മുട്ട ബീറ്റ് ചെയ്തതിലോട്ട് ആദ്യം കട്ട്ലേറ്റ് നമ്മൾ എടുത്തിട്ട് അതിന് ശേഷം 2 കൈകൾ ഉപയോഗിക്കാനാണ് ശ്രമിക്കുക. ഒരു കയ്യിൽ വെച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ പൗഡർ, ഈ നമ്മുടെ മുട്ടയുടെ അതെല്ലാം കൂടി ചേർന്ന് നമ്മുടെ കയ്യെ പിടിക്കും. അതുകൊണ്ട് അത് ഒരു രസമായിട്ട് തോന്നത്തില്ല. അപ്പോൾ എന്തോ ചെയ്യണമെന്ന് ചോദിച്ചാൽ 2 കൈകൾ കൊണ്ട് ചെയ്യുക. ഒരു കൈ കൊണ്ട് മുട്ട എടുത്തിട്ട് അതിൻ്റെ മേളിൽ വെച്ച് മറ്റേ കൈ കൊണ്ട് തൂവിയാൽ മതി. അപ്പോഴത്തേക്കും നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടും. പിന്നെ അതിൻ്റെ അകത്ത് എക്സ്ട്രാ പൊടി കളഞ്ഞിട്ട് നമ്മൾ വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെച്ചു. അങ്ങനെ നമ്മൾ കട്ട്ലറ്റിൻ്റെ ഫ്രൈ ചെയ്യാനുള്ളത് എടുത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ വെച്ചിട്ട് നന്നായിട്ട് ഓയിൽ ഒഴിക്കുക. ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം, കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ. എന്നിട്ട് ഓരോന്നായിട്ട് ഡീപ്പ് ഫ്രൈ ആണ്, അതുകൊണ്ട് മുങ്ങിക്കിടക്കണം. നന്നായിട്ട് മുങ്ങിക്കിടന്നാലേ ഉള്ളൂ അത് ശരിയായിട്ട് നല്ല രീതിയിൽ അത് ഫ്രൈ ആയിട്ട് വരത്തുള്ളൂ. മുഴുവനും ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ അധികം സമയം വേണ്ട, ഒരു 5 to 6 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. കാരണം നമ്മുടെ മിക്സ് മുഴുവനും കുക്ക്ഡ് ആണല്ലോ. അതുകൊണ്ട് ഇത് ഇടുന്ന സമയം എന്ന് പറഞ്ഞാൽ ഓൺലി 4 to 6 മിനിറ്റ്സ് മാത്രം ഇട്ടാൽ മതി. അതിന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് വറുത്തെടുക്കാം. അപ്പം നമ്മുടെ കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. ടൂണ നല്ല ടേസ്റ്റിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുറച്ച് സമയം മാത്രം മതി കേട്ടോ ഇത് ഉണ്ടാക്കാൻ, അധികം സമയം ഒന്നും വേണ്ട. നമ്മൾ ഓൾറെഡി എല്ലാം കുക്ക് ചെയ്തതല്ലേ, അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കമൻറ്റ് എഴുതുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. See you in next video.